CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വൺവേ സംവിധാനം ലംഘിച്ച് വാഹനങ്ങൾ കടന്നുവരുന്നത് കുന്നംകുളത്തെ നാലുംകൂടിയ പ്രധാന ജംഗ്ഷനിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ശനിയാഴ്ച രാത്രി ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. വൺവേ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്ന് ആവശ്യം. മിഠായി നൽകി 9 വയസ്സുകാരനെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച സംഭവത്തിൽ ചുക്കുബസാർ സ്വദേശിയായ പുഴങ്ങരയിലത്ത് വീട്ടിൽ ഇസ്മയിലിനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലപ്പെട്ടിയിൽ ബസ്സും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റു. വെളിയങ്കോട് 10 മുറി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന മുക്രിയകത്ത് അബുമകൻ മഷ്ഹൂദാണ് മരിച്ചത്. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ തിപ്പിലിശ്ശേരി പള്ളിക്കുളം ചെറുമനങ്ങാട് റോഡ് തകർന്ന് തരിപ്പണമായിട്ട് 5 വർഷം പിന്നിടുന്നു. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിക്കുകയും കരാർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് മേഖലയിലെ യാത്രാ ദുരിതം നീളാൻ കാരണം. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ MLA-യുമായ PA മാധവന്റെ വീട്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 നടത്താറുള്ള ചിങ്ങമഹോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. ഓഗസ്റ്റ് 17-നാണ് ചിങ്ങമഹോത്സവം. കോൺഗ്രസിന്റെ സമുന്നത നേതാവും മണലൂർ മുൻ MLA-യുമായിരുന്ന PA മാധവന്റെ നിര്യാണത്തിൽ UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. അങ്കണം ഷംസുദ്ദീൻ സാംസ്കാരിക വേദിയുടെ 2026 ഗാർഗി പുരസ്കാരം ലഭിച്ച കേച്ചേരി തൂവാനൂർ സ്വദേശിയായ ഇന്ദിരാകൃഷ്ണനെ ജന്മനാട് ആദരിച്ചു. ആദര സമ്മേളനം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി തൈ വിതരണം നടന്നു. കേരള മാപ്പിള കലാ അക്കാദമി ചാവക്കാട് താലൂക്ക് ചാപ്റ്ററും എടക്കഴിയൂർ പഞ്ചവടി ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര മ്യൂസിക് ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ലഹരിക്കെതിരെയുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം. കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പൊന്നയൂരിന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കെ കരുണാകരൻ സ്റ്റഡി സെന്റർ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 108ാം ജന്മദിന അനുസ്മരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.